ഏറ്റവും ആദരണീയരായ സ്പീക്കേഴ്സ്, ഇവിടെ വന്നു കൂടിയിരിക്കുന്ന വ്യാപാരികൾ, വ്യവസായികൾ, എല്ലാവർക്കും എൻ്റെ വിനീത വന്ദനം അറിയിക്കുന്നു. എനിക്ക് ഇങ്ങനെയുള്ള ഈ മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുക്കാൻ ഇടയാകുന്നത് ജീവിതത്തിലൊരു വലിയ അവസരമായും ഭാഗ്യമായും ഞാൻ കരുതുകയാണ്. എൻ്റെ കഥ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടേക്കാളും വ്യത്യസ്തമായൊരു കഥയാണ്. ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ 15-ാമത്തെ വയസ്സ് വരെ ഒരിക്കലും ജീവിതത്തിൽ ആരുടെയെങ്കിലും ഒന്ന് മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കാൻ പോലും പ്രാപ്തിയില്ലാത്തവനായിരുന്നു. നേരെ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക സാധ്യമല്ലായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ എനിക്ക് ഇന്ന് 10,000ങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നും എൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കാൻ അല്പം പോലും സ്റ്റേജ് ഫിയറില്ല. ഞാൻ നല്ല ധൈര്യത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ വിനയാന്വിതനായി നിൽക്കുന്നത്. എൻ്റെ കഥ പറയുമ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് മൂവാറ്റുപുഴയ്ക്കും കൂത്താറുള്ളത്തിനും ഇടയ്ക്കുള്ള ഒരു കുഗ്രാമം, കൃത്യമായി പറഞ്ഞാൽ വടക്കൻ പാലക്കുഴ എന്ന് പറയും. എൻ്റെ ഞങ്ങളുടെ പാരമ്പര്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം നാട്ടിലവിടെ അറിയപ്പെട്ടിരുന്നത് ഓലിക്കൽ കുടുംബം, ഭ്രാന്തന്മാരുടെ കുടുംബം എന്നാണ്. 3 തലമുറകളായി ഭ്രാന്ത് ബാധിച്ചൊരു കുടുംബമായിരുന്നു ഞങ്ങളുടെ കുടുംബം. നാട്ടിലെ ആളുകളെല്ലാം ഭ്രാന്തൻ്റെ മോനെന്ന് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ധാരാളം കരഞ്ഞിട്ടുണ്ട്. ജീവിതം എല്ലാവരും കരഞ്ഞാണ് ആരംഭിക്കുന്നതെന്നുള്ള ഒരു സത്യമായ യാഥാർത്ഥ്യമാണ്. സുഭദ്രാകുമാരി ചൗഹാൻ ഹിന്ദി കവയത്രി പറഞ്ഞു, ശിശുവിനെ ദുനിയാമേ മാക്കർ രോക്കർ ഹസ്ന സീക്ക ഗിർഗിർക്കർ ചലന സീക്ക. അതെല്ലാവരുടെയും കാര്യമാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ 15 വയസ്സ് വരെ കരച്ചിൽ മാത്രമായിരുന്നു. ഒരു 8-9 വയസ്സ് മുതൽ എൻ്റെ സ്വന്തം അപ്പൻ്റെ അനുജനെ ഒരു നായെ പൂട്ടിയിടുമ്പോൾ ഒരു തൊടലിൽ ഒരു മുറിയിൽ പൂട്ടിയിടപ്പെട്ടിരുന്നു. ഞാനിതെല്ലാം വിശദമായി പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും നിരാശപ്പെട്ടോ തളർന്നോ ഒരിക്കലും ഉയരാൻ കഴിയുകയില്ല എന്നോ ചിന്തിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഉയരാനുള്ള അവസരങ്ങൾ ഉണ്ട് എന്ന് വിളിച്ചറിയിക്കാനും കൂടെയാണ്. ആ മുറിയിൽ തന്നെ അദ്ദേഹം മലമൂത്ര വിസർജനം നടത്തിയിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ആ മുറിയിൽ തന്നെ അദ്ദേഹത്തിന് ഭക്ഷണവും കൊടുത്തിരുന്നു. ഞാനതെല്ലാം കണ്ടാണ് വളർന്നത്. ഞാനൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചത്. പള്ളിയിൽ പോയിരുന്നു, ആരാധനയെല്ലാം സംബന്ധിച്ചിരുന്നു. ഞങ്ങളുടെ പള്ളിയിലെ ആചാരങ്ങൾക്കനുസരിച്ച് സൺഡേ സ്കൂളിൽ പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നുവെങ്കിലും എൻ്റെ മനസ്സിൽ ദൈവമില്ല എന്നൊരു ചിന്തയായിരുന്നു. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രം ഇങ്ങനെ 3 തലമുറകളായി ഭ്രാന്ത് വരുന്നത്? ഞാൻ നോക്കുമ്പോൾ അയലക്കത്തോ എൻ്റെ പരിചയത്തിലോ ഉള്ള ആളുടെ വീട്ടിൽ അങ്ങനെ മാനസിക രോഗമുള്ള ആളുകളില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ ഒരു വ്യക്തിക്ക്. അപ്പോൾ അതുകൊണ്ട് തലമുറകളായി ഇങ്ങനെ വന്നിരുന്നതുകൊണ്ട് ഞാൻ ദൈവമില്ല എന്ന് ഉറച്ചിരുന്നു. എൻ്റെ അമ്മയുടെ പാരമ്പര്യം പറഞ്ഞാൽ, അമ്മയുടെ അപ്പൻ 4 വയസ്സിലും അമ്മ 7 വയസ്സിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഒരു നേരത്തെ ആഹാരത്തിന് എൻ്റെ അമ്മ വിവാഹത്തിന് മുമ്പ് അമ്മ പറയുന്നത് ഒരു കീറത്തുണി എടുത്തുകൊണ്ടെന്നാണ്, വട്ടത്തുണി, ഒരു കീറത്തുണി എടുത്തുകൊണ്ട് വീടുകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങി നടന്നിരുന്നു. അങ്ങനെ വന്ന കൂട്ടത്തിൽ വിവാഹത്തിന് മുമ്പ് ഞങ്ങളുടെ വീട്ടിലും എൻ്റെ അമ്മ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ എൻ്റെ പിതാവ് നല്ല മനുഷ്യനായിരുന്നു. അമ്മ വിവാഹം കഴിച്ചു. വളരെ കാര്യമായിട്ട് നോക്കുമായിരുന്നു. എൻ്റെ പിതാവ് മദ്യപിക്കില്ല, വേറെ യാതൊരു ദുശീലങ്ങളുമില്ല.
കഷ്ടപ്പെട്ട് അധ്വാനിക്കും. എൻ്റെ പിതാവിന് കൂലിപ്പണിയായിരുന്നു. ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഞാൻ ആകെ ഒരു കളവ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതെൻ്റെ 7ാമത്തെ വയസ്സിലാണ്. കള്ളൻ മറ്റ് എന്നെ വിളിച്ചേക്കട്ടോ നിങ്ങൾ ആരും. ഞാൻ ആ കളവ് നടത്തിയെന്ന് ഞാൻ പറയാൻ കാരണം എൻ്റെ അപ്പൻ എന്നെ അടിച്ച് തിരിച്ചവിടെ കൊണ്ടിടിപ്പിച്ചു. ഒരടക്കിയാണ് കട്ടെടുത്തത്. അത്ര സ്ട്രിക്റ്റായിട്ട് അദ്ദേഹം വളർത്തി. അന്ന് എൻ്റെ പിതാവിന് മാനസിക അസ്വാസ്ഥ്യമില്ല. എന്നും വെളുപ്പിന് എഴുന്നേൽക്കും. ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു കുഗ്രാമത്തിലാണ്. അവിടെ വെള്ളമില്ല, വെളിച്ചമില്ല, വഴിയില്ല, കാട് പിടിച്ചൊക്കെ ഒരു സ്ഥലം. ഞങ്ങൾക്കൊരു 2 ഏക്കർ സ്ഥലമുണ്ട്, പാറക്കെട്ട് പിടിച്ച സ്ഥലം. എൻ്റെ പിതാവ് കയ്യാലയൊക്കെ വയ്ക്കും പാറപ്പുറത്ത്. അവിടെ മണ്ണൊക്കെ കോരിയിട്ട് കപ്പയൊക്കെ നടും. 7 മണിയാകുമ്പോൾ കൂലിപ്പണിക്ക് പോവും. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൂലിപ്പണി ചെയ്യും. പൈസയെല്ലാം കൂട്ടിവെക്കും. വർഷങ്ങൾ അങ്ങനെ പൈസ കിട്ടിയതെല്ലാം കൂട്ടിവെച്ചു. എൻ്റെ പിതാവിനൊരാഗ്രഹം, വെള്ളവും വെളിച്ചവും വഴിയും ഉള്ളിടത്തൊരു വീട് വയ്ക്കണം. പാവം സാധുവായ മനുഷ്യൻ അതെല്ലാം സ്വരുക്ക് കൂട്ടി, അതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ച് ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഈ പൈസ മുഴുവൻ ഒരു വ്യക്തിക്ക് കൊടുത്തു. ഈ മനുഷ്യൻ ഈ സ്ഥലം എഴുതി തരുന്നതിന് പകരം ആ പണവും മേടിച്ചുകൊണ്ട് മദ്യപിക്കാൻ പോയി. അദ്ദേഹത്തെ പോലീസ് പിടിച്ചുകൊണ്ട് എന്നുള്ള വാർത്ത എൻ്റെ പിതാവ് കേൾക്കുന്നത് കൂലിപ്പണി എടുക്കുന്ന വീട്ടിൽ വെച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, തലമുറകളായി ഭ്രാന്ത് ബാധിച്ച കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അതൊരു പൈശാചികമായ ബന്ധനം. പെട്ടെന്ന് ഈ കാര്യം കേട്ടപ്പോൾ എൻ്റെ പിതാവിന് പെട്ടെന്നൊരു ഇളക്കം വന്നു, ഒരു ഭ്രാന്ത് വന്നു. ഇപ്പം അയാളെ കൊല്ലൂന്നെല്ലാം പറഞ്ഞ് ബഹളമെല്ലാം വെച്ചപ്പോൾ കൂടെ പണിതുകൊണ്ടിരുന്ന കൂലിപ്പണിക്കാരെല്ലാം കൂടി എൻ്റെ പിതാവിനെ പിടിച്ച് കയ്യും കാലുമെല്ലാം കയറുകൊണ്ട് കെട്ടി തൃശ്ശൂർ ഭ്രാന്താശുപത്രി കൊണ്ടുവന്നാക്കി. ദുരിതങ്ങളുടെ കാലം ആരംഭിക്കുകയായിരുന്നു. എൻ്റെ അമ്മയെ ഒരിക്കലും കൂലിപ്പണിക്ക് പോലും കൊണ്ടുപോയിട്ടില്ല എൻ്റെ പിതാവ്. അത്ര നല്ല മനുഷ്യനായിരുന്നു. കുറേ കാലം അവിടെ ചികിത്സിച്ചു. ഭ്രാന്ത് മാറുന്നില്ല. ഒരു ദിവസം 12 സ്ലീപ്പിംഗ് പിൽസ് കഴിക്കണം, സഹായിക്കാൻ ആരുമില്ല. ഞാനൊരു വലഞ്ഞുപോയ മനുഷ്യനായിരുന്നു. എൻ്റെ അമ്മയും എൻ്റെ 2 സഹോദരങ്ങളും, ഞങ്ങൾ 3 മക്കളാണ്. അമ്മ കൂലിപ്പണിക്ക് പോകാൻ ആരംഭിച്ചു. ഉച്ചവരെ അമ്മ കൂലിപ്പണി ചെയ്യും. ബാക്കി സമയം ആ വീട്ടിൽ അടുക്കളപ്പണിയെല്ലാം ചെയ്താൽ അവിടെ ബാക്കി വരുന്ന ചോറും കറികളുമെല്ലാം ഇന്നത്തെ മാതിരിയല്ല, ഒരു മൺചട്ടിക്കകത്താക്കി കൊണ്ടുവരുന്ന കഴിക്കാൻ ഞാൻ കൊതിയോടെ ഇരുന്നിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അന്ന് വയറു നിറയെ ആഹാരം കഴിക്കാൻ വർഷത്തിൽ 2 പ്രാവശ്യം, ഓണത്തിനും ക്രിസ്മസിനും മാത്രം. അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതം. അമ്മ എന്നും കരയും. ഞങ്ങൾ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ മതി, വലിയ വടിയുണ്ട്, ചൂരൽ വടി, പാമ്പിനെ തല്ലിക്കൊള്ളുന്ന വടിയാണ്. പാവമ്മയ്ക്കിട്ട് അടിക്കും. ഒരിക്കലും മറക്കാനാവാത്ത കാര്യമാണ്, വീടിൻ്റെ പുറകിൽ ഒരു പുളിമരമുണ്ട്. എന്തെങ്കിലും മിണ്ടിയാൽ ഉടനെ തന്നെ എൻ്റെ പിതാവ് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് വരും, കൈ വെട്ടി പിടിക്കടിയെന്ന്. ഈ പുറകിൽ 3-4 അടിയെല്ലാം അടിക്കും. പാവ എൻ്റെ അമ്മ ഒരു അക്ഷരം മിണ്ടില്ല, കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. 1/2 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ പിതാവ് ഒന്ന് ശാന്തനായി പുറത്തേക്ക് പോകും. ഉടനെ അമ്മ ചങ്കിനിട്ടിടിച്ച് കരയും. ഈ പുറകിൽ ഇന്നെന്ന പോലെ അതെല്ലാം ഞാൻ ഓർക്കുകയാണ്. നീലയും പച്ച എന്നുള്ള ഒറ്റയ്ക്കൊരു കയ്യിലുമുണ്ടേ എൻ്റെ അമ്മയ്ക്കുള്ളൂ. അത് ചോരയും തുണി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അമ്മ കാണിച്ചു തരും. ഞാനും എൻ്റെ 2 സഹോദരങ്ങളും അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. ഞങ്ങളുടെ വീടൊരു കരച്ചിലിൻ്റെ വീടായിരുന്നു. എൻ്റെ അമ്മ കരുതി, എന്തിനു ജീവിക്കണം, ജീവിച്ചിട്ടൊരു കാര്യമില്ല, മരിച്ചേക്കാം. 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ കാലത്ത് എൻ്റെ അമ്മ പറഞ്ഞിരുന്നത് മരിക്കാനും അനുവദിക്കാത്ത ദുഷ്ടനായ ദൈവം എന്നാണ്. കാരണം മരിച്ചില്ല. ഭാഗ്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതം നടന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദൈവം ഇല്ലെന്ന് ചിന്തിച്ച മനുഷ്യനായിരുന്നു. അമ്മയും അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിച്ചിരുന്നതെന്നാണ് എൻ്റെ വിചാരം. അമ്മയ്ക്കൊരു പ്രാർത്ഥനായോഗത്തിന് പോകാനിടയായി. അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് പോകാനൊരു മുണ്ടില്ല. താഴത്തെ വീട്ടിലെ മറിയാമ്മ ചേച്ചിയൊരു വെള്ളമുണ്ട് വായ്പ മേടിച്ചു കൊടുത്തു. ഈ ഭാഗമെല്ലാം മഞ്ഞ നിറം പിടിച്ച് കീറിയൊരു ചട്ടയിട്ടുകൊണ്ട് എൻ്റെ അമ്മ ആദ്യമായി പ്രാർത്ഥനായോഗത്തിന് പോയി. അങ്ങോട്ട് കരഞ്ഞുകൊണ്ടുപോയ എൻ്റെ അമ്മ തിരികെ വരുമ്പോൾ മുഖത്ത് നല്ല സന്തോഷം. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്ത് പറ്റിയെന്ന്. അമ്മ പറഞ്ഞു, എൻ്റെ മോനെ, ഞാൻ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസംഗിച്ച വ്യക്തി ഇങ്ങനെ ചോദിച്ചു, നിങ്ങളാരെങ്കിലും സമാധാനമില്ലാതെ വന്നിട്ടുണ്ടോ? സമാധാനം തരാനൊരു ദൈവം ജീവിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തെ വിളിക്കൂ, ദൈവം സമാധാനം തരുമെന്ന്. എൻ്റെ അമ്മ അവിടെ നിന്ന് കണ്ണുനീരോടെ വിളിച്ചു, ഒരിറ്റ് സമാധാനം എൻ്റെ അമ്മയ്ക്ക് തരണമേ എന്ന്. ഞാൻ പറയട്ടെ, ഇത് 44 വർഷം മുമ്പാണ്.
ഇന്നും 83 വയസ്സുള്ള എൻ്റെ അമ്മ പൂർണ്ണ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്നു. തീർന്നില്ല. അപ്പോഴും എനിക്ക് അങ്ങനെ വിശ്വാസമൊന്നും കിട്ടിയില്ല. പക്ഷെ എൻ്റെ അമ്മ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ആയിരക്കണക്കിനല്ല, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മുമ്പിലിരുന്ന് ഞാൻ 100% ഉറപ്പോടെ പറയാം, സത്യമായൊരു ദൈവം ഉണ്ടെന്ന്. ദൈവമില്ലെന്ന് വിചാരിച്ച മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ അപ്പൻ്റെ ഭ്രാന്ത് മാറാൻ പോകാത്ത പള്ളികളില്ല. ഞങ്ങളുടെ നാട്ടിലുള്ള സകല പള്ളികളിലും പോയി, നടന്നു പോയി നേർച്ച കഴിച്ചു. അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി നടന്നു, ഭ്രാന്ത് മാറിയില്ല. എന്നാൽ എൻ്റെ അമ്മ ഒരു കീറപ്പായിൽ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയൊന്നും അന്നും മാറിയിട്ടില്ല, ഒരു കീറപ്പായിൽ അമ്മ മുട്ടുകുത്തിയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കണമോ? സത്യമായും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഏതെങ്കിലും ബിഷപ്പ് പ്രാർത്ഥിച്ചു എന്നല്ല ഞാൻ പറഞ്ഞേ, ഏതെങ്കിലും പാസ്റ്റർ പ്രാർത്ഥിച്ചു എന്നല്ല ഞാൻ പറഞ്ഞേ, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരി പ്രാർത്ഥിച്ചു എന്നല്ല ഞാൻ പറഞ്ഞേ. എൻ്റെ അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 12 ഉറക്കമുള്ള കഴിച്ചുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ രോഗം കഴിഞ്ഞ 44 വർഷം മുമ്പ് സത്യമായും ദൈവം എന്നേക്കുമായി മാറ്റിക്കൊടുത്തു. അതോടെ എനിക്ക് വിശ്വാസമായി, അപ്പോൾ ദൈവമുണ്ട്. ഞാനോ അന്ന് കടുത്ത നിരാശയിലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ വിളിച്ചിരുന്നത്, എൻ്റെ പേര് ജോൺ കുര്യാക്കോസ് എന്നാണല്ലോ, ഭ്രാന്തൻ കുര്യാക്കോൻ്റെ മക്കൾ എന്ന് വിളിക്കും ആളുകൾ കളിയാക്കി. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ നേരെ എതിർവശത്താണ് ഞങ്ങളുടെ കുരിശുപള്ളി. എൻ്റെ പിതാവ് പലപ്പോഴും ഒരു കീറത്തോർത്തുകൊണ്ട് എടുത്ത് താടി രോമങ്ങളെല്ലാം നീട്ടി തുപ്പലെല്ലാം ഒലിപ്പിച്ച് അവിടെ വന്നിരിക്കും. നാട്ടുകാർ പറയും, തേടാ നിൻ്റെ അപ്പൻ ഭ്രാന്തൻ കുര്യാക്കോനിരിക്കണമെന്ന്. എന്തൊരു ലജ്ജയായിരുന്നു. ഞാൻ അപകർഷതാബോധം കൊണ്ട് തല കുമ്പിട്ട മനുഷ്യനായിരുന്നു. ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ ഉയരാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. പ്രിയപ്പെട്ടവർ, പഠിച്ചിരുന്ന കാലത്ത് കഷ്ടപ്പെട്ട് പഠിച്ചു. ആകെ 251 മാർക്കേ കിട്ടിയുള്ളൂ 600-ൽ. SSLCക്ക് എനിക്ക് കണക്കിന് കിട്ടിയ മാർക്ക് കേവലം 7 മാർക്ക് 50-ൽ. എൻ്റെ ഭാസ്കരൻ സാറ് പരമാവധി ശ്രമിച്ചു എന്നെ പഠിപ്പിക്കാൻ. എന്നിട്ട് അദ്ദേഹം എനിക്ക് യോജിച്ചൊരു പേര് ഇട്ടു, പൊട്ടനെന്ന്. പലപ്പോഴും പറയും, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി വരെ അറിഞ്ഞുകൂടാ, കണക്കിന് മാത്രം, എടാ പൊട്ട അവിടെ ഇരുന്നോളാൻ പറയും. ഞാൻ വീട്ടിലേക്ക് നടന്നു പോരാൻ 6-7 കിലോമീറ്റർ ദൂരമുണ്ട്. അന്ന് കേവലം 10 പൈസ മതി വണ്ടിക്ക് പോരാൻ, ബസ്സിന് പോരാൻ. എനിക്കത് തരാൻ ആരുമില്ല. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാവരും അവർ ബസ്സിൽ കയറി പോവും. ഞാൻ മാത്രം അതിൽ നടന്നു പോരുമ്പോൾ ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ പിതാവ് ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്നവർ ഒരിക്കൽ പോലും സ്കൂളിൽ വന്നിട്ടില്ല. ഞാൻ അന്ന് കരഞ്ഞുകൊണ്ട് പോരുമ്പോൾ, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ലല്ലോ, എനിക്കാരുമില്ലല്ലോ എന്നോർത്ത് ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിൽ. ഒരിക്കലും ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടില്ല, പക്ഷെ മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ച മനുഷ്യനായിരുന്നു ഞാൻ. അന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് വരുമ്പോൾ ഭൂമിയിൽ ആരും കാണാതെ ഇങ്ങനെ കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് വന്ന വഴികൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എനിക്ക് തുടർന്ന് പഠിക്കണമെങ്കിൽ അന്ന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് വേണം നിർമ്മല കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ. ഫസ്റ്റ് ക്ലാസ് പോയിട്ട് 251 ഉള്ളൂ, 360 വേണം 600-ൽ. ആപ്ലിക്കേഷൻ ഫോം പോലും മേടിച്ചില്ല. പ്രൈവറ്റായിട്ട് പഠിക്കണമെങ്കിൽ 15 രൂപ വേണം, ഒന്നും 15 പൈസ പോലും എടുക്കാൻ ഇല്ല. പക്ഷേ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ മോനൊരു കാര്യം ചെയ്യാമോ, ഒന്ന് പ്രാർത്ഥനായോഗത്തിന് വരാമോ. അപ്പൻ്റെ ഭ്രാന്ത് മാറിയപ്പോൾ എനിക്കൊരു വിശ്വാസം ദൈവം ഉണ്ടെന്ന്. എനിക്ക് വ്യക്തിപരമായ അനുഭവമൊന്നുമില്ല. ഞാനൊരു പ്രാർത്ഥനായോഗത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. നിങ്ങളാരും നിരാശപ്പെട്ട് വന്നിട്ടുണ്ടോ? ഞാൻ അത്ഭുതത്തോടെ വാക്കുകൾ എന്നും ഓർക്കുകയാണ്. കടുത്ത നിരാശയായിരുന്നല്ലോ എനിക്ക്. അദ്ദേഹം പറഞ്ഞു, മനസ്സറിഞ്ഞ് ജീവിതത്തിൽ പാപം വരികയില്ല എന്ന് വ്യക്തമായൊരു തീരുമാനമെടുത്തിട്ട് ജീവിതം ക്രിസ്തുവിനായി സമർപ്പിക്കുമെന്ന്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അന്ന് ഞാൻ വ്യക്തമായി ഒരു തീരുമാനമെടുത്തു. അപ്പം ഞാൻ അന്ന് ചിന്തിച്ചു, എനിക്ക് പാപമുള്ളത്? ഞാൻ മദ്യപിച്ചിട്ടില്ല, പുക വലിച്ചിട്ടില്ല, ഒരു സിനിമ കണ്ടിട്ടില്ല, അഴുക്കായി ഒരു ജീവിതത്തിലേക്കും പോകാതെ ദൈവം എന്നെ കാത്തു. ഞാനൊരു നീതിമാനാന്ന് വിചാരിച്ചാൽ പോയിരുന്നത്. പക്ഷെ അദ്ദേഹം പ്രസംഗത്തിലൂടെ പറഞ്ഞു, പുറമേ നിങ്ങൾ പാപം ചെയ്തിട്ടില്ലേ, നിങ്ങളുടെ ഹൃദയം ചീഞ്ഞതല്ലേ, ഹൃദയത്തിൽ വൈരാഗ്യമില്ലേ, പകയില്ലേ, വിദ്വേഷമില്ലേ. കടുത്ത പകയായിരുന്നു. മലബാറിലൊരു ആൻറ്റിയുണ്ട്. ആൻറ്റി അവിടെ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മാത്രം വരില്ല. പാവം ആൻറ്റി പേടിച്ചിട്ടാണ് വരാത്തത്. കാരണം എൻ്റെ അപ്പം പ്രാന്തനല്ലേ, എപ്പോഴാണ് വിളക്കമുണ്ടാകുന്നത്, എപ്പോഴാണ് ബഹളം വയ്ക്കുന്നത് അറിയില്ല. പക്ഷേ എൻ്റെ കുഞ്ഞു മനസ്സിൽ ഞങ്ങളെല്ലാവരും തഴഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കടുത്ത പകയും വിദ്വേഷവുമായിരുന്നു എൻ്റെ ഉള്ളിൽ. എന്നാൽ അന്ന് എൻ്റെ 15ാമത്തെ വയസ്സിൽ ഞാൻ എന്നേക്കുമായി പകയോട് യാത്ര പറഞ്ഞു. ഞാൻ ജീവിതം ക്രിസ്തുവിനായി വിട്ടുകൊടുത്തു. അത്ഭുതകരമായി ദൈവം എന്നെ നടത്താൻ തുടങ്ങി. എനിക്ക് പഠിക്കാൻ മാർഗമില്ലല്ലോ.
ഇപ്പോൾ തുറന്ന് പഠിക്കണേ മാർക്ക് വേണമല്ലോ. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, നീ റബ്ബർ വെട്ട് പഠിക്കാൻ പൊക്കോളാൻ. 15-ാമത്തെ വയസ്സിൽ റബ്ബർ വെട്ടുകാരനായിട്ട് ഞാൻ ജീവിതം ആരംഭിച്ചു. ഞാൻ റബ്ബർ വെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം കോളേജിൽ പോകുന്ന കാണുമ്പോൾ ഞാൻ സങ്കടപ്പെട്ട് കരയും. ഒരു തോർത്തുകൊണ്ട് കൊടുത്ത് വേറെ തോർത്തുകൊണ്ട് തലയെക്കെട്ടൊക്കെ കെട്ടി ഞാൻ റബ്ബർ മരത്തിൽ ചാരി ഇരുന്നുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എനിക്കൊരു ജോലി തരുമോ എന്ന്. അങ്ങനെയാണ് ഞാൻ മൂവാറ്റുപുഴ പട്ടണത്തിൽ ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നത്. തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർ ഊണ് കഴിച്ച പാത്രം കഴുകിക്കുക, ഇതായിരുന്നു എൻ്റെ ജോലി. പക്ഷേ എനിക്ക് ആ ജോലി കിട്ടിയപ്പോൾ സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു. 8 മുതൽ 5:30 വരെയാണ് ജോലി സമയം. ഞാൻ 6:30 മണിക്ക് എത്തും. എല്ലാ ജോലിയും നേരത്തെ തീർക്കും. ഒരു പക്ഷേ എൻ്റെ ആ ഉത്സാഹം കണ്ടിട്ടായിരിക്കണം എൻ്റെ പഴയ യജമാനൻ ഡോക്ടർ റെജി മാത്യു, അദ്ദേഹം എന്നെ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. ആ കാലത്ത് പല്ല് കേട് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ പറിച്ചു കളയുക, നല്ലപോലെ പണമുള്ളവരാണെങ്കിൽ ഫിക്സ് ചെയ്ത് പല്ല് വയ്ക്കുക. അത് 2 ടൈപ്പ് പല്ല് മാത്രമേ ഉള്ളൂ. മെറ്റൽ കൊണ്ട് ക്യാപ്പ് ചെയ്യുന്നു. പിന്നെ ആ മെറ്റലിട്ട് ഫ്രണ്ടിലെ പല്ലാണെങ്കിൽ അതിന് പ്ലാസ്റ്റിക് കൊണ്ട് കവറിടുന്നു, മെറ്റലിൻ്റെ പുറത്ത് നിക്കൽ ക്രോം എന്ന് പറഞ്ഞ മെറ്റൽ ഉപയോഗിച്ച്. പക്ഷേ ആ കാലങ്ങളിൽ ചെയ്തുകൊണ്ട് വരുന്ന വർക്ക് പേഷ്യൻ്റെ മുഖത്തിൽ ഒരിക്കലും ഫിറ്റാവില്ല. ഡോക്ടർ മണിക്കൂറുകൾ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യും. പേഷ്യൻസ് സാധുക്കൾ വാ തുറന്നിങ്ങനെ ഇരിക്കണം കുറേ നേരം. കാലിനും കൈക്കുമൊക്കെ വേദന വരുന്ന പോലെ തന്നെ ഇവിടെ അന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഈ ജോയിൻറ്റിൻ്റെ പേര് ടെമ്പറോമാൻഡിബുലർ ജോയിൻ്റ് എന്നാണ്. ഞാൻ നോക്കുമ്പോൾ ചിലതെല്ലാം ഫിറ്റാവുന്നുണ്ട്. എനിക്കന്ന് കേവലം 250 രൂപ മാത്രമേ ശമ്പളമുള്ളൂ, മാസ ശമ്പളം. പക്ഷേ എൻ്റെ മനസ്സിലൊരാഗ്രഹം, ഒരു സ്വപ്നം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോടൊരു വാക്ക് ചോദിച്ചോട്ടെ. സ്വപ്നത്തെക്കുറിച്ച് എൻ്റെ പ്രിയങ്കരനായ, ഞാൻ മരിക്കും വരെ മറക്കില്ല, APJ അബ്ദുൽ കലാം മുൻ പ്രസിഡൻറ്റിനെ. കാരണം എനിക്ക് അന്ന് സുശ്രുത അവാർഡ് തന്നപ്പോൾ ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളെല്ലാം 2 പേപ്പറിലാക്കി. എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ അറിയില്ല. ഞാൻ ഇംഗ്ലീഷിൽ വായിച്ച് കേൾപ്പിച്ചപ്പോൾ മഹാനായ വ്യക്തിത്വം, ഇന്ന് ഞാൻ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ രോമാഞ്ചം കൊള്ളും. അദ്ദേഹം സ്വപ്നത്തെക്കുറിച്ച് ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്, ഡെഫിനേഷൻ പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഒരു മിനിറ്റും കൊണ്ട്. വെരി ഗുഡ്. അതാരാണ് എഴുന്നേറ്റ് ഒന്ന് പറയാമോ? അങ്ങൊന്ന് എഴുന്നേക്കാമോ? ഒന്ന് കൈയടിക്കാമോ നമുക്ക്? ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അങ്ങിരിക്കൂ. താങ്ക് യു. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ എഴുന്നേറ്റ് ഇവിടെ ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കണം. മഹാനായ മനുഷ്യൻ ഗഥ പറഞ്ഞു, എൻകറേജ്മെൻറ്റ് ഈസ് ദി ഓക്സിജൻ ഓഫ് ദി സോൾ. പ്രാണവായു മൂക്ക് പൊത്തിപ്പിടിക്കും പോലെ. ഇപ്പം നിങ്ങളാരും ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും കൈയടിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. എത്ര വലിയ സ്പീക്കറാണ് വന്നെങ്കിലും എൻ്റെ വായും മൂക്കും ഇങ്ങനെ പൊത്തിപ്പിടിക്കും പോലെയാണ്. ഇടയ്ക്കൊന്ന് കൈയടിച്ചു കൊടുത്തേക്കണം, നല്ലതുമാണ്, ആരോഗ്യത്തിന് നല്ലതാണ് കൈ ഇങ്ങനെ അടിക്കുന്നത്. പ്രിയപ്പെട്ടവർ, എന്താണ് എൻകറേജ്മെൻറ്റ് ഈസ് ദി ഓക്സിജൻ ഓഫ് ദി സോൾ. എന്നും പ്രോത്സാഹിപ്പിക്കുന്നവരാകണം. പലരും ക്രിട്ടിസൈസ് ചെയ്യുന്നവരാണ്. എന്ത് കാര്യം കണ്ടാലും ക്രിട്ടിസൈസ് ചെയ്യും. നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും എല്ലാം ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ വേഗം പറഞ്ഞു വരട്ടെ. സാറിനോട് ആവശ്യം സമയമൊക്കെ എടുത്തോളം പറഞ്ഞു. എന്നാലും മഹാന്മാരായ ആളുകളെല്ലാം പലരോട് ഇരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനങ്ങനെ സമയം എൻ്റെ പ്രിയപ്പെട്ട വിവേക് സാറോട് ഇരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മുഴുവൻ കണക്ക് എല്ലാം സത്യമാണെന്നറിയാവുന്ന ആളാണ് പ്രിയപ്പെട്ട വിവേക് സാറ്. മുഴുവനും എല്ലാം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഞാൻ എൻ്റെ ചിന്ത കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. 1 രൂപയുടെ കാര്യത്തിൽ പോലും, ഒരൊറ്റ പൈസയുടെ കാര്യത്തിനകത്ത് പോലും സത്യം വിട്ട് ഒരു കാര്യം ചെയ്യില്ലെന്ന് സാർ ഇവിടെ നിന്ന് ഉറക്കെ പറയും. നിങ്ങളോട് ഞാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും. അത്രയും കൃത്യതയോടുകൂടിയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. വേഗം പറഞ്ഞു വരാം. എന്താണേലും ഞാൻ ചിന്തിച്ചു, എനിക്കൊരു സ്ഥാപനം തുടങ്ങണം. നിങ്ങൾ പുതിയ പുതിയ സംരംഭകർ, ഇനിയും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സംരംഭകരോട് വന്നിട്ടുണ്ടായിരിക്കും, അല്ല തുടങ്ങിയവർ വന്നിട്ടുണ്ടായിരിക്കും. എൻ്റെ മനസ്സിലൊരു അടങ്ങാനാകാത്ത ആഗ്രഹം, എങ്ങനെയെങ്കിലും ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണം. അന്ന് 20 ലക്ഷം രൂപയാണ് ഒരു ഡെൻ്റൽ ലാബ് തുടങ്ങണമെങ്കിൽ. എൻ്റെ മാസ ശമ്പളം എത്രയാണ്? നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കണം, 250 രൂപ. ചിന്തിക്കാൻ പറ്റുമോ? ഒരു കൊല്ലം മുഴുവൻ പണിതാൽ 3000 രൂപ കിട്ടുള്ളൂ. പക്ഷേ സ്വപ്നം, അതാണ് മനുഷ്യനെ വളർത്തുന്നത്, അതാണ് നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന സാറിനെക്കുറിച്ച് ഒരു വാക്ക് എന്നോട് പറയണ്ടേ. 25 വർഷം മുമ്പ് 2001 സാറിനൊരു സ്വപ്നം കിട്ടി. സാറത് വളർത്താൻ തുടങ്ങി. ഇന്ന് എത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. സാറിൻ്റെ മറ്റേ സാമ്രാജ്യത്തിൻ്റെ വലിപ്പം എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആ സ്വപ്നമാണ് ഉള്ളിൽ കത്തിയ സ്വപ്നം. അതാണ് ഓരോരുത്തരെയും വളർത്തുന്നത്. നമുക്ക് സ്വപ്നം കാണാം. എനിക്ക് കാണാൻ പറ്റൂ, നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ? മിണ്ടണില്ലല്ലോ നിങ്ങളാരും. കാണാൻ പറ്റൂലേ?
പ്രിയപ്പെട്ടവരെ, പറ്റണം. ആ സ്വപ്നമാണ് നമ്മെ എവിടെ എത്തിക്കുന്നത്. ഞാൻ സ്വപ്നം കണ്ടു, ഒരു ചെറിയ ഡെൻ്റൽ ലാബ് തുടങ്ങണം, 20 ലക്ഷം രൂപ വേണം. ഞാൻ പക്ഷേ വെറുതെ ഇരിക്കുന്നില്ല, രാപകലില്ലാതെ അധ്വാനിക്കാൻ തീരുമാനിച്ചു. അന്ന് ഒരു ഡെഞ്ചർ സെറ്റ് ചെയ്ത് കൊടുത്താൽ, എൻ്റെ യജമാനൻ എന്നെ സെറ്റിംഗ് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, എടുത്തു കഴിയണ പല്ല് 50 രൂപ കിട്ടും. ഞാൻ രാത്രി മുഴുവൻ പകലാക്കി അധ്വാനിക്കാൻ തുടങ്ങി. 5.25 വർഷം ആ സ്ഥാപനത്തിൽ തന്നെ ഞാൻ നിന്നു. പക്ഷേ ആ സമയത്ത് രാത്രി മുഴുവൻ ജോലി ചെയ്യാൻ പോവും. 2-3 മണിക്കൂർ ഉറങ്ങിയതായ ദിവസങ്ങൾ. നിങ്ങൾ വിചാരിക്കും ഒരു രോഗവും ഇല്ല കേട്ടോ, എനിക്ക് ഒരു പ്രയാസവും ഇല്ല, ഒരു രോഗവും ഇല്ല. ഉറങ്ങുമ്പോൾ കടുത്ത ഉറക്കമാണ്, ഡീപ്പ് സ്ലീപ്പാണ്. ഇന്നും 5 മണിക്കൂറിക്കുള്ള ഒരിക്കലും ഉറങ്ങാറില്ല. പക്ഷേ നല്ല ആരോഗ്യം ദൈവത്തിൻ്റെ കരുണയാൽ. രാപകലില്ലാതെ അധ്വാനിച്ചു, കുറേ പൈസയൊക്കെ സമ്പാദിച്ചു. പെട്ടെന്ന് പറയാം, ഏതാണ്ട് 4.25 ലക്ഷം രൂപയോളം സമ്പാദിച്ചു. പറയാം, എൻ്റെ അമ്മയ്ക്ക് ഒരു മാലയില്ലായിരുന്നു, താലി ഇങ്ങനെ ചരടിലാണ് കെട്ടിയിരുന്നത്. ഒരു സ്വർണ്ണമാല മേടിച്ചു കൊടുത്തു, 3 മാസത്തെ പൈസ കൊണ്ട്. അന്ന് 750 രൂപയുള്ളൂ ഒരു പവൻ സ്വർണ്ണത്തിന്. നിങ്ങളിതൊക്കെ കേട്ട് ഗ്രഹിക്കണേ. എൻ്റെ നിന്നല്ലാണ്ട് വേറെ എനിക്ക് വേറെ വല്ല പറയാൻ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അപ്പനെ അമ്മയെ നിങ്ങൾ ബഹുമാനിച്ചില്ലെങ്കിൽ, ഒന്ന് ബൈബിൾ പറയണത്, നിനക്ക് ദീർഘായുസ് ഉണ്ടാവണമെങ്കിൽ നീ അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. നിനക്ക് നന്മ വന്നെങ്കിൽ, ഒന്നോടെ ഞാൻ പറഞ്ഞേക്കാം, വിതച്ചാൽ അത് തന്നെ കൊയ്യും. വിതച്ചാൽ അതിലേറെ കൊയ്യും. വിതച്ചാൽ പല നാളുകൾക്ക് ശേഷം കൊയ്യും. അപ്പനെ അമ്മയെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ദൈവം കഴിഞ്ഞാൽ അവരെ ഒന്നാമതായി കാണാനും കഴിഞ്ഞില്ലെങ്കിൽ, ഇന്നിപ്പോൾ പെട്ടെന്ന് കുറേ പണമൊക്കെ ഉണ്ടാകുമായിരിക്കും. പക്ഷേ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം പതിയെ തലമുറകൾ കഴിയുമ്പോൾ എല്ലാം ശോഷിച്ചു പോകുമെന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ ആ ഭാഗം പിടിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് ഒരു മാല മേടിച്ചു കൊടുത്തു, ഒരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു. എൻ്റെ പിതാവിന് ഒരു HMT വാച്ചും ഒരു ഡബിൾ മുണ്ടും ഷർട്ടും ബോംബെ ഡൈങ്കിൽ നിന്ന് മേടിച്ചു കൊടുത്തു. വേറെ ഒറ്റ പൈസയും കളഞ്ഞില്ല. ഒരു ചായ പോലും ഹോട്ടലിൽ കയറി കുടിച്ചില്ല. എല്ലാം കൂട്ടി വെച്ചു. ചുരുക്കി പറയാം, 25,000 രൂപ ഒരു ബ്ലേഡ് ബാങ്കിൽ നിന്ന് എടുത്തു, 36% പലിശയ്ക്ക്. 15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ മഹാനായ മനുഷ്യൻ, എന്നും മറക്കില്ല മാത്യു സാറ് എനിക്ക് ലോൺ തന്നു. അങ്ങനെ 20 ലക്ഷം രൂപ ലോൺ കിട്ടാൻ ഞങ്ങൾക്ക് സർവേ നമ്പറൊന്നും ശരിയായിരുന്നില്ല. ഞാൻ മടുത്തില്ല, നിരാശപ്പെട്ടില്ല. അതിലൊക്കത്ത് പോയി ചോദിച്ചു, ചേട്ടാ കൊളാട്രൽ സെക്യൂരിറ്റി വയ്ക്കാനൊന്ന് വസ്തു തരാമോ? ഈ പ്രാർത്ഥനയ്ക്കൊക്കെ പോകണവരായതുകൊണ്ട് രണ്ട് അയൽവക്കംകാരാണ് കൊളാട്രൽ സെക്യൂരിറ്റി വയ്ക്കാനായിട്ട് ഞങ്ങൾക്ക് വസ്തു തന്നത്. അങ്ങനെ ഡെൻകെയർ തുടങ്ങി. ഈ 20 ലക്ഷം രൂപ മുടക്കി. പ്രിയപ്പെട്ടവർ, 6 ജോലിക്കാർ, 290 സ്ക്വയർ ഫീറ്റ് സ്ഥലം. ജർമ്മനിയിൽ നിന്ന് ആദ്യത്തെ മിഷൻ 7,90,000 രൂപ മേടിച്ചപ്പോൾ ചിലർ പറഞ്ഞു, അപ്പൻ്റെ മാതിരി തന്നെ മോനും ചെറിയ പ്രശ്നമുണ്ടെന്ന്. ഇതൊക്കെ പറയും, മനുഷ്യർ പറയും. പക്ഷെ എനിക്കറിയാമായിരുന്നു, ഇന്നിപ്പോൾ എന്തുമാത്രം ജനമുണ്ട്. അന്ന് 100 കോടി കൂടുതൽ ആളുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും 32 പല്ലുണ്ടാവില്ല ചിലപ്പോൾ. പക്ഷേ 32 പല്ലുണ്ട് യഥാർത്ഥത്തിൽ. 28 എണ്ണം മാറ്റി വയ്ക്കാൻ പറ്റും. എന്തുമാത്രം അവസരങ്ങളാണ്, അനന്ത വിദൂരമായി സാധ്യത. ഞാൻ ധൈര്യത്തോടെ അതെല്ലാം ഇമ്പോർട്ട് ചെയ്തു. എല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. 6 ജോലിക്കാരെ വെച്ച് തുടങ്ങി. ഇന്ന് ലോകത്തിൽ വിവിധ സ്ഥലങ്ങളിൽ, UK-യിലും USA-ലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UAE-യിലും എല്ലാം ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ 6 സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് യൂണിറ്റുകളുണ്ട്. ദൈവം സഹായിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ 2 കൊല്ലത്തിനുള്ളിൽ ഈ 6 യൂണിറ്റ് 30 യൂണിറ്റായിട്ട് വർദ്ധിപ്പിക്കാനായിട്ടാണ് ഞങ്ങളുടെ പരിപാടി. അതാത് സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ യൂണിറ്റുകൾ തുടങ്ങുള്ളൂ. 10 കോടി രൂപ താഴെ മതി ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ തുടങ്ങണതിന്. പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപടി പൈസ മുടക്കി എല്ലാം, ലോകത്തിൽ എന്തെല്ലാം ഡെൻറ്റിസ്റ്റിൽ വന്നിട്ടുണ്ടോ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഡെൻകെയറിൽ വന്നു കഴിഞ്ഞാൽ, മൂവാറ്റുപുഴ ഡെൻകെയറിൽ വന്നു കഴിഞ്ഞാൽ, ഡെൻറ്റിസ്ട്രിയിൽ എന്തെങ്കിലും ഇനി ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നൂതനമായി എന്തെല്ലാം സംവിധാനം വന്നിട്ടുണ്ടോ അതെല്ലാം ഡെൻകെയറിലുണ്ടാവും. 2 പ്രോഡക്റ്റ് വെച്ചാണ് തുടങ്ങിയത്. ഇന്ന് 450 പ്രോഡക്റ്റ് ഉണ്ട്. സാറ് പറഞ്ഞു ട്രാൻസിഷനും ട്രാൻസ്ഫോർമേഷനും കുറിച്ച് പറയണമെന്ന്. അന്ന് തുടങ്ങുമ്പോൾ കേവലം 2 പ്രോഡക്റ്റ്, മെറ്റൽ കൊണ്ട് പല്ല് വയ്ക്കുക, അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് വെച്ച് ചെയ്യുക. പിന്നീടോ അതിൻ്റെ പുറത്ത്, മെറ്റലിൻ്റെ പുറത്ത് ലൈറ്റ് വെച്ച് സെറ്റാവുന്ന മെറ്റീരിയൽ കോമ്പോസിറ്റ് എന്ന് പറയും. പിന്നീട് അതിൻ്റെ പുറത്ത് ലിത്തിയം ഡിസിലിക്കേറ്റ് ചെയ്യുന്ന, സെറാമിക് വെച്ച് ചെയ്യുന്ന, സെറാമിക് പോസിലിൻ വെച്ച് ചെയ്യുന്ന മെറ്റലിൻ്റെ പുറത്ത് തന്നെ. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ലിത്തിയം ഡിസിലിക്കേറ്റ് എന്ന് പറയും.
ഇതെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുമെന്ന് തോന്നണില്ല, ഡെൻറ്റിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാവുള്ളൂ. പിന്നീട് അങ്ങോട്ട് വന്നപ്പോൾ ഓരോരോ പ്രോഡക്ട്സുകൾ കൂട്ടി. ഇന്ന് മെറ്റൽ ഫ്രീ സെറാമിക് ഞങ്ങളാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയുള്ളൂ, ഇന്ത്യയിലെല്ലാം. ഈവൻ വേൾഡിൽ രണ്ടാമത്തെ ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ ഒന്നാമത്തെ ഒരു അമേരിക്കക്കാരൻ്റെയാണ്, രണ്ടാമത് നമ്മുടെയാണ് ISO കൊണ്ടുവന്നത്. എന്തെല്ലാം പുതിയ പുതിയ നൂതനമായി എന്തെല്ലാം സംവിധാനങ്ങൾ വന്നോ അതെല്ലാം മൂവാറ്റുപുഴ കൊണ്ടുവന്നിടുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ്. അന്ന് ഞാൻ തുടങ്ങിയപ്പോൾ കേവലം 6 ജോലിക്കാർ, ഇന്ന് 4200 പേരുണ്ട് ജോലിക്കാർ. അന്ന് തുടങ്ങുമ്പോൾ അല്ല, ഞാൻ മൂവാറ്റുപുഴയിൽ വരുമ്പോൾ 250 രൂപ മാത്രം എനിക്ക് മാസ ശമ്പളം. ഇന്ന് ഒരു മാസം ശമ്പളം കൊടുക്കാൻ 11 കോടി രൂപ വേണം. ഒരു സൈക്കിൾ മേടിക്കാൻ ഞാൻ കൊതിച്ചു. അന്ന് തുടങ്ങി പോലും വലിയ പണക്കാരുടെ വീട്ടിൽ മാത്രമേ സൈക്കിളുള്ളൂ. സ്കൂളിൽ ഒരൊറ്റയ്ക്ക് ഒരാളെ കൊണ്ടുവരുന്നുള്ളൂ. എന്നാൽ ഇന്ന് 100-ലേറെ വാഹനങ്ങളുണ്ട് സ്റ്റാഫിനെ കൊണ്ടുവരുവാനും കൊണ്ടുവിടുവാനും ആയിട്ട്. ബസ്സുകളടക്കം എല്ലാ സ്റ്റാഫിനെയും അവിടുന്ന് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, തിരികെ കൊണ്ടുവിടുന്നു. കേരളത്തിൽ പലരും പറയും വ്യവസായത്തിന് പറ്റിയ മണ്ണല്ലെന്ന്. നിങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലത്തെ വ്യവസായത്തിന് പറ്റിയ മണ്ണ് ഏത് വെച്ചിട്ട്? എംപ്ലോയീസ് എത്ര നല്ലവരാണ്. സാറിന് പല പ്രാവശ്യം അവിടെ സാറ് വന്നിട്ടുണ്ട്, അറിയാം. ഞങ്ങൾക്ക് ക്യാൻറ്റീനുണ്ട്. ക്യാൻറ്റീനിൽ സാറ് വന്നാലും ഞാൻ പോയാലും ക്യൂ നിന്ന് ഭക്ഷണം കഴിക്കണം. ശരിയല്ലേ സാറേ? സത്യമാണ്. നിങ്ങളൊന്ന് വന്നാൽ നല്ലതാണ്. സമയമുണ്ടോയെന്നറിയില്ല, നിങ്ങൾക്ക് വരാൻ പറ്റുവാണെങ്കിൽ വന്ന് കണ്ടിട്ട് വരാം. ഞങ്ങളൊന്നും മറച്ചു വയ്ക്കില്ല. ഡെൻ്റൽ ലാബ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നല്ലതാണ്. മൂവാറ്റുപുഴ വരിക, കംപ്ലീറ്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുക, എന്നിട്ട് എന്തൊക്കെ മിഷനറി ഉണ്ടെന്ന് നോക്കുക. നിങ്ങൾ തുടങ്ങാനേ ഞാൻ പറയണത്. നല്ല രീതി ചെയ്യുക. ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ്. എൻ്റെ സ്വപ്നം ലോകത്തിൽ 1-ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളതാണ്. ഇന്ന് ഞങ്ങൾ വേൾഡിൽ 2-ാം സ്ഥാനത്താണ്, ഏഷ്യയിൽ 1-ാം സ്ഥാനത്തുമാണ്. ക്വാളിറ്റിയിൽ വേൾഡിൽ ഞങ്ങൾ 1-ാം സ്ഥാനത്താണ്. ഞാൻ ഞങ്ങളുടെ കൂടെയുള്ള ജീവനക്കാരോടെല്ലാം പറയാറുണ്ട്, ഒരു കാരണവശാലും നിങ്ങളുടെ ആർക്കാ പല്ലുണ്ടാക്കി കൊടുക്കണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിന്തിക്കണം, ഞാൻ ദൈവത്തിനൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കണം. ദൈവത്തിന് പല്ലുണ്ടാക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കും? എങ്ങനെയാണ് വ്യവസായം ഉണ്ടാക്കണേ? ഏറ്റവും നല്ലതുപോലെ. അതിലപ്പുറമായിട്ട് ആർക്കെങ്കിലും ഉണ്ടാക്കുമോ? സാധുക്കളായ മനുഷ്യർ, സാധുക്കൾ എന്ന് പറഞ്ഞാൽ പണമില്ലാത്തവരെന്നല്ല പറഞ്ഞേ. ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്തുമാത്രം ശ്രദ്ധാപൂർവ്വം അല്ല ചെയ്യുന്നെങ്കിൽ നിങ്ങളറിയില്ല. ജസ്റ്റ് ബ്രഷ് ചെയ്യുമ്പോൾ പോലും 10 മൈക്രോൺസ് ആക്രോസിയിലാണ് പല്ല് ചെയ്യേണ്ടത്. ബ്രഷ് ചെയ്യുമ്പോൾ ആ ബ്രസ്സിൽസ് ഒന്ന് കൊണ്ടു കഴിഞ്ഞാൽ പല്ല് പുളിക്കും, ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്. എത്ര ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണെന്നറിയാം. ഇപ്പോൾ അവിടെ നിന്ന് സാറിനോട് പറയുമായിരുന്നു ഞാൻ, സാറിന് ഒരു സാറിൻ്റെ വായിൽ പല്ലിരിപ്പുണ്ട്. സാറ് പറഞ്ഞു, സാറിനുണ്ടാക്കിയ പല്ല് 750 കോടി ജനങ്ങളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ വായിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മുഴുവനും കസ്റ്റം മെയ്ഡാണ്. 30 സ്റ്റേജോളം കഴിഞ്ഞിട്ടാണ് ഒരു പല്ല് വരുന്നത്. മെഷീനൊക്കെ ഉണ്ട്, ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡുള്ള മെഷീൻ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. 5 കോടി രൂപ വിലയുള്ള ഒറ്റ മെഷീനുണ്ട്, 4.25 കോടി രൂപയുള്ള. അങ്ങനെ 5 മെഷീനുണ്ട്. ലേസർ സെൻറ്ററിങ് മെഷീൻ, മില്ലിംഗ് മെഷീൻസ് ഉണ്ട്. AI വന്നപ്പോൾ AI ആയിട്ട് വന്ന് ഇപ്പോൾ പുതിയ സംവിധാനങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് മുമ്പേ ഞങ്ങൾ 2011 തന്നെ കൊണ്ടുവന്നു മില്ലിംഗ് മെഷീൻസൊക്കെ. ക്യാറ്റ് ക്യാം ടെക്നോളജി. പണ്ടെല്ലാം ഇംപ്രഷൻ എടുക്കണമെങ്കിൽ, അളവെടുക്കണമെങ്കിൽ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഒരു ട്രേക്കകത്ത്, നിങ്ങൾ പോയിട്ടുള്ളവർക്കറിയാം, ഒരു മെറ്റീരിയൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച്, വെള്ളമായിട്ട് മിക്സ് വെച്ച്, ആദ്യം അത് ആൾജിനേറ്റ് ആയിരുന്നു, പിന്നെ ഇത് എലാസ്റ്റോമെറിക് ഇംപ്രഷനായി. അതിങ്ങനെ പ്രസ് ചെയ്ത് പേഷ്യൻ്റ് മുഖത്തിൽ വെച്ചുകൊണ്ടിരിക്കണം. പേഷ്യൻ്റ് ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാൻ വരും, പ്രയാസമായിരുന്നു. ഇന്ന് ഇൻട്രാവോറൽ സ്കാനേഴ്സ്, മൊബൈലിൻ്റെ അത്രയും വലിപ്പമുള്ളൂ, ഇത്തിരിയുടെ വീതി കുറഞ്ഞ് അല്പം നീളം കൂടുതലുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഫുൾ ആർച്ചിൻ്റെ ഇംപ്രഷൻ സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. എന്തുമാത്രം ഡെൻറ്റിസ്ട്രി ഡിജിറ്റൽ ടെക്നോളജി എന്തുമാത്രം വളർന്നു. അമേരിക്കയിൽ നിന്ന് എടുക്കുന്ന ഒരു ഇംപ്രഷൻ 5 മിനിറ്റിനുള്ളിൽ STL ഫയലായിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലെത്തും. 3D പ്രിൻ്റർ ഉപയോഗിച്ച് മോഡൽ പ്രിൻ്റ് ചെയ്യാം, പെട്ടെന്ന് ജോലികൾ ആരംഭിക്കാം. ഞങ്ങൾ എല്ലാ രംഗങ്ങളിലും ദൈവത്തിൻ്റെ കരുണ കൊണ്ട് വളരാനിടയായി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം മറന്നുപോയല്ലോ, ഞാൻ പൊട്ടനാണെന്ന് പറഞ്ഞല്ലോ. ദൈവം എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ പഠിക്കാൻ ആരംഭിച്ചു. ഞാൻ ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സിന് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. ഇനിയും എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ എനിക്ക് ഡെൻറ്റിസ്റ്റ് ആവണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പഠിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ച് പഠിച്ചേനെ. എന്തെല്ലാം പരീക്ഷകൾ എഴുതി, DHA എഴുതി, മുഴുവൻ മാർക്കും എനിക്ക് കിട്ടി.
എല്ലാം അത്ഭുതകരമായി ജീവിതം നടന്നു. പുതിയ പുതിയ എന്തെല്ലാം സംവിധാനങ്ങൾ ലോകത്ത് കൊണ്ടുവരുന്നു അതെല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നു. ഞാൻ ഏതാനും ചില കാര്യത്തോട് എനിക്ക് പറയാനുണ്ട്. അതിനു മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? ഒന്ന് ചോദിക്കാമോ? ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റ് നിന്ന് കൃത്യമായിട്ട്. ഞാൻ എല്ലാത്തിനും മറുപടി പറയാമെന്നല്ലോ. എൻ്റെ അനുഭവം പറയാം. ഞാൻ MBA പഠിച്ചിട്ടില്ല, MBAയുടെ ബുക്കും വായിച്ചിട്ടില്ല. എൻ്റെ ജീവിത അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം, ചോദിക്കാവുന്നതാണ്. ഒരു മാസം 11 കോടി, ടോട്ടൽ 4200 ഉണ്ട്. അതിനകത്ത് 350 പേര് ട്രെയിനീസാണ്, വിവിധ സ്ഥലങ്ങളിലേക്ക് വിടാൻ വേണ്ടിയിട്ട്. അവർ കൊണ്ടുവരുമ്പോൾ തന്നെ 7000 റുപ്പീസ് ആദ്യത്തെ 3 മാസത്തേക്ക് കൊടുക്കും. 3 മാസം കഴിയുമ്പോൾ 10,000 ആക്കും. ഒരു വർഷത്തിനുള്ളിൽ 17,500 ആക്കും അവിടുന്ന് കൊണ്ടുവരുന്ന ആളുകൾക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ട്രെയിനീസ് ആയിട്ട് 350 പേരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം തന്നെ ഞങ്ങൾക്ക് 6-7 ഇടത്ത് തുടങ്ങണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ട്രെയിനീസും കൂടി ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയാണ് ഇത്ര എംപ്ലോയീസ്. അപ്പോൾ സാറ് പ്രൊഫഷണലായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവുമല്ലോ സാറിന്? എല്ലാവരും പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളാണല്ലോ. നമ്മുടെ പ്രൊഫഷൻ ഉണ്ട്. 40 ഡോക്ടേഴ്സ്, 38 ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. എല്ലാവരും ഒരുപോലെ തന്നെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനവർ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഒരൊറ്റയാൾ പോലും CEO അടക്കം ഒരു കാരണവശാലും പേര് വിളിക്കാൻ പറ്റില്ല, ഡോക്ടറെ തന്നെ വിളിക്കാവുള്ളൂ. ഞാൻ ആ പ്രൊഫഷനെ ആദരിക്കുന്നു, ഞാൻ അവരെ ആദരിക്കുന്നു. എല്ലാവരും പരസ്പരം ഞാൻ ബഹുമാനിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ ഉറക്കെ പറയാറുണ്ട് എപ്പോഴും, ഒരു കാരണവശാലും വഴക്ക് പറയണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒരാളെ വഴക്ക് പറയണം, ശാസിക്കണം. ചിലപ്പോൾ അതൊക്കെ ആവശ്യം വരും. പക്ഷെ പരസ്യമായിട്ട് ആരെയും ശാസിക്കാൻ പാടില്ല. പക്ഷെ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണം? എല്ലാ ഫോണിലും മൈക്കുണ്ട്. മൈക്ക് എടുത്തിട്ട് ഉറക്കെ അപ്രീഷിയേറ്റ് ചെയ്യണത്, കൈയടിക്കുകയും ചെയ്യണം. അവിടെയുള്ള ആളുകൾ പറയാറുണ്ട്. അവർക്ക് തന്നെ ഒരു ചിന്ത, ഡെൻകെയർ അവരുടെ കുടുംബമാണെന്നുള്ള ചിന്ത, ഒരു ഫാമിലി അന്തരീക്ഷം. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നു, എല്ലാവരെയും ആദരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കുറിച്ചാൽ നല്ലതാണ്. ഞാൻ വിചാരിച്ചാൽ എത്ര പല്ലുണ്ടാക്കും? 2-3 ഉണ്ടാക്കാൻ പറ്റും. ഒരു ദിവസം 6000-ഓളം പല്ലുകൾ ഉണ്ടാക്കണം. അവരില്ലെങ്കിൽ എനിക്ക് വളരാൻ കഴിയുമോ? ഈ ചിന്താഗതി മാറണം. അവരില്ലെങ്കിൽ വളരാൻ കഴിയുമോ? വേണ്ടുന്നില്ല നിങ്ങളാരും. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ജോലിക്കാരില്ലെങ്കിൽ എനിക്ക് വളരാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. പലരും ചിന്ത എന്താണെന്നറിയാമോ? ഞാനുള്ളത് കൊണ്ടാണ് അവർ ജീവിക്കുന്നതെന്നാണ്. ശരിയാണ്, ബോർഡുണ്ടെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ ബോർഡ് മാത്രം മതിയോ? അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അവരാണ് എന്നെ വളർത്തുന്നത്. അവരുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ധാരാളം പല്ലുകൾ ഉണ്ടാക്കി വിടുന്നത്. അതുകൊണ്ട് ഞാൻ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരെല്ലാവരെയും ആദരിക്കുന്നു, അവർക്ക് കൊടുക്കേണ്ടതായ എല്ലാം കൊടുക്കുന്നു, ഇൻക്രിമെൻറ്റ്സ് എല്ലാം കൃത്യസമയത്ത് കൊടുക്കുന്നു, ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു. നല്ലൊരു അന്തരീക്ഷം ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. പിന്നെ എന്താണ് സാറിന് ഉത്തരം കിട്ടിക്കാണും. പിന്നെ ഇനി എന്താ ആരെങ്കിലും? സർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 11 കോടി പറഞ്ഞല്ലോ. അപ്പോൾ ഈ കോവിഡ് സമയത്ത് സാറിനത് ഫേസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നോ? അതോ? കോവിഡിൻ്റെ സമയത്ത് ഞാൻ കരഞ്ഞ് തളർന്ന നിമിഷങ്ങളായിരുന്നു. 7.5 കോടി മതി അന്ന് ശമ്പളം കൊടുക്കാൻ. 2020 18.5 കോടി രൂപ ഫീൽഡിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്നു. ഞാൻ ആ കാലങ്ങളിൽ എങ്ങനെ ശമ്പളം കൊടുക്കുമെന്നോർത്ത് ഞാൻ വലഞ്ഞ മനുഷ്യനാണ്. എനിക്ക് ഏതാണ്ട് 60 ഏക്കറോളം സ്ഥലമുണ്ട്. ഞാൻ വിചാരിച്ചു കിട്ടുന്ന പൈസ മുഴുവൻ എന്ത് ചെയ്യാം, ലാഭം കിട്ടിയതും എല്ലാം എന്ത് ചെയ്തു, മുഴുവനും ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. മണ്ടത്തരം. അത് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ വിചാരിച്ചോ കോവിഡ് വരുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. എന്നും ഈ വരുമാനം ഉണ്ടാകുമല്ലോ, കുഴപ്പം വരില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ച്. കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്ത് ഡെൻറ്റിസ്ട്രിയാണ്. എല്ലാം അടഞ്ഞുപോയി. 18.5 കോടി രൂപ ഫീൽഡിൽ നിന്ന് കിട്ടാനായിരുന്നു നഷ്ടപ്പെട്ടു. ക്ലിനിക്കുകൾ പലതും അടച്ചുപോയി. അവരെവിടുന്ന് പൈസ തരും? ഡോക്ടേഴ്സ് ഉണ്ടാക്കി വെച്ച പ്രോഡക്റ്റ്സ് കൊടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എല്ലാം കസ്റ്റമേഡല്ലേ. പറയാം, 2 മാസം മാത്രം ഏറ്റവും കൂടിയ ശമ്പളമുള്ളവർക്ക് 49% മുതൽ താഴേക്ക് കുറച്ചു. 2 മാസം മാത്രം. ബാക്കി മുഴുവൻ സമയവും 28 കോടി രൂപ ലോൺ എടുത്തു ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം എൻ്റെ എംപ്ലോയീസ്, ഞങ്ങളുടെ എംപ്ലോയീസാണ് ഞങ്ങളുടെ സ്വത്ത്. എല്ലാവർക്കും കഴിവിൻ്റെ പരമാവധി എല്ലാം ചെയ്തു. ആ വർഷം നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. നിസ്സാരം 75 ലക്ഷം രൂപയുള്ളൂ ഏപ്രിലെ വരുമാനം. എങ്ങനെ കൊടുക്കും? ഞാനന്നൊരു പാഠം പഠിച്ചു. ഒരിക്കലും നമ്മൾ
ഭൂമിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തെ ശമ്പളം കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ, അതിനുള്ള തുകയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ ഇന്ന് ഏതാനും നാളുകൾക്കുള്ളിൽ മിനിമം ഒരു 6 മാസത്തെ ശമ്പളം കൊടുക്കാനുള്ള പൈസ, രൂപ, അത് എപ്പോഴും ബാങ്കിൽ ഉണ്ടായിരിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. ഇന്നിപ്പോൾ നാളെ കൊടുക്കാൻ പറഞ്ഞാൽ ഇല്ല എങ്കിലും അന്നെടുത്ത 28 കോടി രൂപ അതിൻ്റെ ബാധ്യതയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം സാവകാശം തീർന്നു വരികയാണ്. എന്നാൽ ഞാൻ ചില പാഠങ്ങൾ പഠിച്ചു. എന്തെല്ലാം ഞാനും തളർന്നു പോയിരുന്നു. മുഴുവൻ വിറ്റാലോ എന്ന് ചിന്തിച്ച മനുഷ്യനാണ് ഞാൻ, സ്ഥാപനം ഒഴികെ. എൻ്റെ വീട് മൂവാറ്റുപുഴ സിറ്റിയുടെ നടുക്കാണ്. ഒരു സെൻറ്റിന് 35 ലക്ഷം രൂപയാണ് അവിടുത്തെ വില. 2 ഏക്കർ സ്ഥലത്താണ് എൻ്റെ വീട്. പക്ഷെ അത് വിറ്റെങ്കിലോ, മുഴുവൻ സ്ഥലവും വിൽക്കുക, എങ്ങനെയെങ്കിലും സ്ഥാപനം സംരക്ഷിക്കുക. കാരണം എൻ്റെ ജീവനക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ജോലി കിട്ടാൻ കരഞ്ഞ് തളർന്ന മനുഷ്യനല്ലേ, ഒന്നിനും മാർഗ്ഗമില്ലാത്തിരുന്ന ആളല്ലേ. സാധുക്കൾ അവർ എവിടെ പോകും ജോലിക്ക്, എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം, സ്ഥാപനം മാത്രം എന്ന് ചിന്തിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരുണയാൽ എല്ലാം മനോഹരമായി നടന്നു. ഇന്ന് ശരിയായിട്ട് ഗ്രോത്തിലേക്ക് വന്നു. ഇന്ന് ഞങ്ങളുടെ സ്ഥാപനം 1500 കോടി രൂപ വാലുവേഷൻ കഴിഞ്ഞു. ഞങ്ങളൊരു 10% ഇപ്പോൾ മെർജ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ, ഇന്ത്യയിൽ ഏതെങ്കിലും കാര്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഫണ്ട് ആവശ്യമില്ല. എന്നാൽ ഞങ്ങൾ വിദേശത്ത്, അമേരിക്ക അടക്കം കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ ചില ലാബുകൾ അക്വയർ ചെയ്തിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്സാഹത്തിലാണ്. ആ കാലം അങ്ങനെ കഴിച്ചു കൂട്ടിയതെല്ലാം ദൈവത്തിൻ്റെ കരുണയാൽ എല്ലാം ഭംഗിയായിട്ട് നടന്നു. എന്നാലും കരഞ്ഞ കാലങ്ങളായിരുന്നു. എന്തെങ്കിലും കാര്യമുണ്ടോ ചോദിക്കാൻ? സാറിൻ്റെ കഥ വളരെ പ്രചോദനം നൽകുന്നതാണ്. ഈ 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത അല്ലാതെ വേറെ വല്ല വിദ്യാഭ്യാസ യോഗ്യത എന്തെങ്കിലും, ഇത്രയും വലിയ സ്ഥാപനങ്ങൾ നടത്താൻ വല്ല ബിസിനസ് മാനേജ്മെൻറ്റ് കോഴ്സോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ ഡെൻ്റൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, അതല്ലാതെ വേറെ ഒന്നും പ്രത്യേകം പഠിച്ചിട്ടില്ല. പിന്നെ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോഴെല്ലാം പലതും എനിക്ക് പഠിക്കാനിടയായി. വിദേശത്ത് യാത്ര ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലെ ആ ആക്യുറസി, ചെയ്യുന്ന വർക്കിൻ്റെ ആ പെർഫെക്ഷൻ, അതെല്ലാം കാണാനും പഠിക്കാനും, ധാരാളം കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യാൻ, ധാരാളം യാത്രകൾ ചെയ്യാനിടയായി. അതിൽ നിന്നെല്ലാം ഓരോ പാഠങ്ങൾ പഠിക്കാനിടയായി. പിന്നെ ഞാൻ പലരെയും ശ്രദ്ധിക്കും, അവരുടെ ജീവിതത്തിലെ വളർച്ച വന്ന ആളുകളുടെ ശ്രദ്ധിക്കും, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു. പലരും എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. ചോദിക്കാം, അടുത്ത ചോദ്യം എന്താണ് സാറേ? പെട്ടെന്ന് ചോദിച്ചോളൂ, സമയം അങ്ങ് അധികം. ഈ ചോദ്യത്തിൻ്റെ തന്നെ ബാക്കിയാണ്. എന്ത് ചോദിച്ചോളൂ. ജോൺ കുര്യാക്കോസിനെ ഞാൻ നേരത്തെ അറിയില്ലായിരുന്നു. രാവിലെ ഇപ്പോൾ വാഷ്റൂമിൽ പോകുമ്പോൾ ഒരാളവിടെ ഡ്രസ്സ് ക്യൂ നിൽക്കുകയാണ്. കാരണം ഒരു ജസ്റ്റ് കുറച്ച് സ്ഥലമേ ഉള്ളൂ അവിടെ. അപ്പോൾ എന്നിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടിയുള്ള തിരക്കിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആശയം ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ടില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രസ്സ് മാറിക്കോ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഓൾറെഡി ഡ്രസ്സ് മാറി. രാവിലെ 7 മണിക്ക് യാത്ര ആരംഭിച്ച് ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ. ഡ്രസ്സ് മാറാൻ വേണ്ടി വേറൊരു സ്ഥലത്ത് പോയി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ, അപ്പോൾ ഇവിടുന്ന് തന്നെ ഞാൻ ഡ്രസ്സ് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ, സാമ്പത്തിക അച്ചടക്കമായിരുന്നു സാറിൻ്റെ ഉന്നമനത്തിന് അല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാനുള്ള വലിയൊരു കാരണമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ജീവിതത്തിൽ ലാളിത്യം വേണമെന്നും വിനയം ഉണ്ടാകണമെന്നും ലക്ഷ്യബോധം വേണമെന്നും ശുഭാപ്തി വിശ്വാസം വേണമെന്നും എല്ലാം ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരിക്കലും സാറിനോട് റൂം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ എടുത്ത് തരുമായിരിക്കും. പക്ഷെ ഞാൻ ചിന്തിച്ചു, എന്തിനാണത്? എനിക്ക് ആകെ ഒരു ഷർട്ടും അറിയാൻ മതി. പോകുന്ന വഴിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു, ഈ ഷർട്ട് ഞാൻ വാഷ്റൂമിൽ കയറി മറ്റേ ഷർട്ട് മാറ്റി ചേഞ്ച് ചെയ്തു. പണം ഒന്നും കളയരുതെന്നുള്ള ചിന്ത, ഒന്നും വേസ്റ്റ് ആക്കരുതെന്നുള്ളത്. നിങ്ങൾ ചിന്തിച്ചാൽ ഒരു പക്ഷേ ഈ വാച്ച് 15 വർഷം മുമ്പ് മേടിച്ചതാണ്. ഞാൻ വേറെ വാച്ച് മേടിക്കാൻ ഞാനൊരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. ഓരോ മനുഷ്യരും ഓരോ കാര്യങ്ങളിലാണ് എൻജോയ് ചെയ്യുന്നത്. ജീവിതം എൻജോയ് ചെയ്യാനാണെന്ന് എല്ലാവരും പറയും. എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോരുത്തർക്കും അതിന് ഓരോ വഴികളുണ്ട്. ചിലർ യാത്ര ചെയ്യുമ്പോഴായിരിക്കും എൻജോയ് ചെയ്യുന്നത്, ചിലർ വല്ല പ്രാർത്ഥനാ യോഗത്തിനൊക്കെ പോകുമ്പോഴായിരിക്കും എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുമ്പോഴായിരിക്കും എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുമ്പോഴായിരിക്കും എൻജോയ് ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും കരയുന്ന ഒരു മനുഷ്യൻ്റെ കണ്ണുനീര് തുടയ്ക്കാനിടയായാൽ അതെനിക്ക് വലിയൊരു സൗഭാഗ്യമാണ്. എൻ്റെ ഹൃദയം വിടർന്നു വരും. കാരണം ഞാൻ കരഞ്ഞ് തളർന്ന മനുഷ്യനായിരുന്നില്ല. ചോദിച്ചോളൂ സാറേ. സാർ, ഈ 32 പല്ലിൽ എത്ര പല്ല് മാറ്റി വയ്ക്കാൻ പറ്റുമെന്ന് സാർ പറഞ്ഞത്? 32 വേണമെങ്കിൽ മാറ്റി വയ്ക്കാം. അല്ല, എന്നാലും സാധാരണ ഇതിൽ 28 മാറ്റി വയ്ക്കാറ്. ഓക്കെ സാർ, ഇപ്പോൾ ഈ പണ്ട് ഈ ചെരുപ്പിൻ്റെ കടകളിലൊക്കെ പറയാറുണ്ടായിരുന്നു, ആ ഒരു ഐലൻഡിൽ ചെന്നപ്പോൾ എല്ലാവർക്കും ചെരുപ്പുണ്ട്, അതുകൊണ്ട് ഇനി ചെരുപ്പ് വിൽക്കാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞൊരു സെയിൽസ്മാൻ തിരിച്ചു വന്നു. അതുപോലെ 32 പല്ലിൽ 28 മാറ്റിവെക്കാൻ പറ്റുമെന്നുള്ളൊരു തിരിച്ചറിവാണോ സാറിനെ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങാൻ കാരണമാക്കിയത്? ഉറപ്പായിട്ടും അത് തന്നെയാണ്, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഓക്കെ സാർ, 4.25 ലക്ഷം രൂപ സാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. യെസ്.
അത് എത്ര കാലം കൊണ്ടാണ്? 5.25 വർഷം കൊണ്ട്. 80s ഏത് കാലഘട്ടത്തിൽ? 88 സ്ഥാപനം തുടങ്ങുന്നത്. അതിന് പുറകോട്ടുള്ള 4.25 വർഷം കൊണ്ട്. ഒന്നും കളഞ്ഞില്ല, ഒരൊറ്റ പൈസയും. പറഞ്ഞു നിർത്തിക്കോട്ടെ, ഇനി ആരും ഇല്ലല്ലോ. ഒരു ചോദ്യമുണ്ട്. ഇവരെല്ലാം മുമ്പിലിരിക്കുന്ന ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എത്ര മണിക്കൂർ ചോദ്യം ചോദിച്ചാലും എനിക്ക് പറയാൻ ദൈവം സഹായിച്ച് പറയാൻ പറ്റും. പക്ഷേ ഉറപ്പായിട്ടും വളരെ വ്യക്തമായ പ്ലാനുണ്ട് എനിക്ക്. അതെല്ലാം മീറ്റിങ്സ് എല്ലാം പലതും നടത്തിക്കഴിഞ്ഞു. എനിക്ക് വളരെ കൃത്യമായ പ്ലാനെല്ലാം ഉണ്ടാക്കാനായിട്ട് ഇവയായിട്ട് വേണ്ടി സാറിൻ്റെ ഗ്രൂപ്പൊന്നുമില്ല അല്ലേ, വേറെ ഇവയായിട്ട് വേണ്ടി എല്ലാം കൃത്യമായിട്ട് എഴുതപ്പെട്ട പ്ലാനുകളുണ്ട്. അതെല്ലാം ക്ലിയറാക്കി വെച്ചാൽ ഞാൻ ട്രസ്റ്റ് രൂപീകരിക്കാനും അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാറേ ചോദ്യം. കൃത്യമായി പറഞ്ഞാൽ 2 ആഴ്ച ആയിട്ടില്ല. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് വിവേക് ജി, ഞാൻ തിരുവനന്തപുരത്തുണ്ടായ സമയത്ത് മുഖ്യമന്ത്രി വിളിച്ചൊരു മീറ്റിങ്ങിൽ മണി തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ഉടനെ പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് ആണ് ഞാൻ അന്ന് ഹയാത്തിൽ വൈകുന്നേരം ഇൻവെസ്റ്റ് കേരളയുടെ റിവ്യൂ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാനും മിസ്റ്റർ ജോണും മുഖ്യമന്ത്രി വരുന്നതിൻ്റെ തൊട്ട് മുമ്പേ ആശയവിനിമയം നടത്തുന്നത്. ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് മിസ്റ്റർ ജോണിനോട് ഞാൻ പറയുന്നത്. കോഴിക്കോട് വരെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഓ പിന്നെന്താ, എന്തായാലും എനിക്ക് വരാം. എന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ ഇതാണ് പരിപാടി, ഓൺടർപ്രണേഴ്സിനെ കുറിച്ചിട്ടും മാനേജ്മെൻറ്റ് വിദഗ്ധരെ കുറിച്ചിട്ടും പറയാനുള്ള ഈ പ്രോഗ്രാമാണ് എൻ്റെ ടോപ്പിക്കിൻ്റെ തീമും ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഉടനെ ആൾക്കൂട്ടത്തിനിടയിൽ എൻ്റെ ചുവട്ടിലേക്ക് മന്ത്രിക്കുകയാണ്, എൻ്റെ ഒരു കഥ കേട്ടിട്ട് ഒരുത്തനെങ്കിലും നന്നാവുകയാണെങ്കിൽ എനിക്കത് ഏറ്റവും ഇഷ്ടമല്ലേ സാറേ, അതിലും വലുത് വല്ലതും ഉണ്ടോ? അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി വന്നപ്പം ഞങ്ങൾ രണ്ടുപേരും ഡിസ്പോസ് ചെയ്ത് ഈ നിൽക്കുന്ന ശ്രീ ജോണിനെ ഞാൻ ഇതിനു മുമ്പേ 1-2 സന്ദർഭങ്ങളിൽ ടൈയുടെ മീറ്റിങ്ങിലും KMയുടെ മീറ്റിങ്ങിലും ധനത്തിൻ്റെ മീറ്റിങ്ങിലൊക്കെ കേട്ടിട്ടുമുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇന്ന് അദ്ദേഹത്തിനെ നിങ്ങൾ മുമ്പിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു സൗഭാഗ്യമായിട്ട് കിട്ടുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ എന്തൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യണം, ട്രാവലിൻ്റെ ഒന്നും വേണ്ട, എനിക്ക് ഞാനവിടെ എത്തിക്കോളും. ഞാൻ എപ്പോൾ എത്തണം? ഞാൻ പറഞ്ഞു നിങ്ങളെ സൗകര്യമായിരിക്കും. എനിക്ക് ഉച്ചയ്ക്ക് സംസാരിക്കുന്നതാണ് സൗകര്യം. ഉച്ചയ്ക്ക് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ എനിക്ക് മൈക്ക് തന്നാൽ മതി. ആ സമയത്ത് എനിക്ക് സംസാരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ അതിനോട് എഗ്രി ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ, ട്രാവലിൻ്റെ അത് ഇത് ഒന്നും വേണ്ട, ഞാനവിടെ എത്തിക്കോളും, ഞാനവിടെ വന്ന് സംസാരിച്ചിട്ട് ഞാൻ മടങ്ങിക്കോളും. സോ ദിസ് ജോൺ കുര്യാക്കോസ്, ഒരുപക്ഷെ നമുക്ക് ഒരുപാട് സ്പീക്കേഴ്സ് ഉണ്ട്, എല്ലാവരും ട്രെൻഡ്സ്, ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ഞങ്ങൾ കോയിൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് വളരെ നല്ലോണം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ വ്യക്തി ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിനുണ്ടായിട്ട് നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ, നമ്മളെല്ലാവരെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുണ്ടായ അനുഭവങ്ങളിൽ കുട്ടിക്കാലം മുതൽ ട്രെൻഡ് എന്താണെന്നും അതിനുവേണ്ട ട്രാൻസിഷൻ എന്താണെന്നും എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണമെന്നും മനസ്സിലാക്കി വ്യക്തി ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലും ഈ ടേം പ്രാവർത്തികമാക്കിയൊരു വ്യക്തിയാണ് ശ്രീ ജോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചുകൊണ്ടു പോകയില്ല മർത്തിന് അന്ത്യയാത്രയിൽ. ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, യാതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. എത്ര കോടിക്കണക്കിന് വേണ്ടെന്നിരിക്കട്ടെ, ഞാൻ നാളെ ഒപ്പിട്ട് കൊടുത്താൽ എൻ്റെ അക്കൗണ്ടിലേക്ക് 1500 കോടി രൂപ വരും. നാളെ ഒപ്പിട്ടാൽ എനിക്ക് 60 ഏക്കറോളം സ്ഥലമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എല്ലാം ഉണ്ട്. പക്ഷേ ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചുകൊണ്ട് പോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. പിന്നെ എന്തു പറ്റും? അഹന്ത കൊണ്ട് അഴുക്ക് വെട്ടിടത്ത പുണ്യമൊന്നു താൻ വരുത്തിടും മഹത്തരം പ്രയോജനം പരത്തിലും. ഞാനത് വിശദീകരിക്കുന്നില്ല. അനേകരുടെ കണ്ണുനീര് തുടയ്ക്കാനിടയാകുക, കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കാനിടയാകുക. ഇടംകൈ ചെയ്യുന്നത് പേപ്പറിൽ കൊടുത്തറിയിക്കുകയല്ല, ഇടംകൈ ചെയ്യുന്നത് വലംകൈ അറിയാതെ അനേകരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരം ഒപ്പാനിടയാകുക. അത് തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന അനുഗ്രഹമായിരിക്കും. തീർച്ചയായിട്ടും മക്കളെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക, ഒരു സ്വർഗീയമായ കുടുംബ അന്തരീക്ഷം. എന്തൊരു സമാധാനമാണ് എൻ്റെ വീട്ടിൽ. എനിക്ക് ജോലി കഴിഞ്ഞാൽ
എൻ്റെ വീട്ടിൽ ചെല്ലുന്നത് വലിയ ആനന്ദമുണ്ട്. ഓടി വീട്ടിലേക്ക് ചെല്ലാൻ ഞാൻ കൊതിക്കുന്നു. ഇതെല്ലാത്തിനും ഉത്തരവാദി ദൈവമാണ്. ഞാൻ നിസ്സാരനായിരുന്ന എന്നെ ഇത്രയും ദൈവം ഉയർത്തിയല്ലോ. തീർച്ചയായിട്ടും എൻ്റെ സ്വപ്നം വേൾഡിൽ 1-ാം സ്ഥാനത്ത് എത്തണമെന്നാണ് ഡെൻകെയർ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒന്നുകൂടി ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ ഡെൻകെയറിൻ്റെ ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും പ്രിയപ്പെട്ടവരെ, ദൈവം കാണുന്നുള്ള ബോധ്യത്തോടെയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്. ഒരിക്കലും മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന ഒരു കാര്യവും ജീവിതത്തിൽ ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ള വ്യക്തമായ തീരുമാനം എനിക്കുണ്ട്. ഞാൻ പണത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനല്ല. ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഡെൻകെയർ തുടങ്ങിയത്. പക്ഷേ എനിക്ക് ദൈവം എല്ലാം തന്നു, ഒന്നിനും കുറവില്ലാതെ തന്നു. അതുകൊണ്ട് പണത്തിന് വേണ്ടി ജീവിക്കുന്നവരാകരുത് നാം. ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനിടയാകുക. ആ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുമ്പോൾ തരാനുള്ളതെല്ലാം ദൈവം തന്നുകൊള്ളും. തീർച്ചയായിട്ടും എനിക്കിങ്ങോട്ട് കടന്നു വരുവാനും എനിക്ക് ഇത്രയും നേരം നിങ്ങളോടുകൂടി ആയിരിക്കാനും എല്ലാം അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ട സാറിനോടുള്ള അതിരറ്റ നന്ദിയും കടപ്പാടും സ്നേഹവും മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും മുഖം തെളിഞ്ഞിരിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ഞാൻ നോക്കി, ഒരൊറ്റ ആൾ പോലും മയങ്ങിയിട്ടില്ലെന്നുള്ളത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ്? ഡെൻകെയർ ലോകത്തിൽ 1-ാം സ്ഥാനത്തെത്തണം. എന്തിനാണ്? നമ്മുടെ കൊച്ചു കേരളത്തിൽ അറിയപ്പെടണം. കേരളം ഇങ്ങനെ ലോകത്തിൻ്റെ നെറുകയിൽ അറിയപ്പെടാനിടയാവണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിക്കിപ്പോൾ തന്നെ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. തീർച്ചയായിട്ടും വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. As a token of appreciation, I request the President, Secretary and Mr. Kaushik Sampal, Senior Member, to kindly hand over